സോ ജർമ്മനിയിൽ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എക്സാക്ട് എത്ര രൂപ വേണം മന്ത്ലി അവിടുത്തെ ചെലവിന് വേണ്ടിയിട്ട് എന്നൊരു ക്ലിയർ കട്ട് ഐഡിയ ഞാൻ പറയാം. മെയിൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻ്റാണ്. അത് ഒരു 450 യൂറോസ് ആവറേജ് കൂട്ടാം. അത് ചെറിയ ജർമ്മൻ സിറ്റീസിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു 300 യൂറോസ് ഒക്കെ ആവുള്ളൂ. ഒരു കൂടിയ ജർമ്മൻ സിറ്റീസിലാണെങ്കിൽ ഈ പറയും പോലെ വലിയ ജർമ്മൻ സിറ്റി, ഫോർ എക്സാമ്പിൾ ബെർലിൻ പോലത്തെ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരു 450 to 500 കൂട്ടണം. ഒരു ആവറേജ് അങ്ങനെ പോലെ ഒരു 450 കൂട്ടിക്കോളൂ. അത് ഒരു ടോപ്പ് റേഞ്ച് ആണ് ഞാൻ പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിന്. പിന്നെ അടുത്തൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് അതിൻ്റെ എക്സ്പെൻസ് ആണ്. നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കുവാണെങ്കിൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു 100-120 യൂറോസിന് നമുക്ക് പോകാൻ പറ്റും. ഇതൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാണ് കേട്ടോ. സോ ഒരു 100 to 120 യൂറോസിന് നമുക്ക് വീട്ടിൽ ഫുഡ് വെച്ച് കഴിക്കാൻ നമുക്ക് ഇത്രയൊക്കെ മതി. നമ്മൾ പുറത്തും കൂടെ ഒക്കെ വല്ലപ്പോഴും ഒക്കെ പോയി കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 200 യൂറോസ് അതിന് കൂട്ടിക്കോളും. പിന്നെ അടുത്ത എക്സ്പെൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. അത് ഇപ്പം നമുക്ക് മെയിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കാർഡ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡോയ്ച്ച്ലാൻഡിൽ എവിടെ വേണമെങ്കിലും ജർമ്മനിയിൽ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റും. അതിന് 63 യൂറോസ് ആണ്. നെക്സ്റ്റ് എക്സ്പെൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിസ്ലേനിയസ് ഫോണിൻ്റെ ബിൽസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതെല്ലാം കൂടെ മന്ത്ലി ഒരു 50 യൂറോ കൂട്ടിക്കോളും. പിന്നെ മെയിനായിട്ട് അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അത് ഒരു സ്റ്റുഡൻറ്റിന് ഏകദേശം 120 യൂറോസ് ഓളം വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ജർമ്മനിയിലെ മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ആവറേജ് ലെവലിൽ നിന്ന് ഏറ്റവും കൂടിയ ലെവലിൽ നിങ്ങൾക്ക് ജർമ്മനി താമസിക്കാൻ പറ്റും. ഇത് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് താമസിക്കുന്നു, നമ്മൾ ചെലവ് ചുരുക്കുന്നു എന്നതിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ ഇത്രയൊക്കെയാണ് ടോട്ടൽ കോസ്റ്റ് ഒരു സ്റ്റുഡൻറ്റിന് മന്ത്ലി ജർമ്മനിയിൽ ആകുന്നത്.